ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നും വന്നിട്ടുള്ളത് കുറച്ച് ഹൈബ്രിഡ് ബോഗൺ വില്ലാസിൻ്റെ കളക്ഷൻസുമായിട്ടാണ്. അപ്പോൾ ബോഗൺ വില്ലാസിനകത്ത് ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്തവണയും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞ തവണ നമ്മൾ പ്ലാന്റ്സ് വന്നിട്ട് കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതായത് പ്രീ ബുക്കിംഗ് ആയിട്ട് എടുത്ത കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അവർക്കുള്ള പ്ലാന്റ്സും കാര്യങ്ങളും നമ്മൾ ഡെസ്പാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിലും ഈ കാണുന്ന വെറൈറ്റീസും ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. ഈ കാണുന്ന കാറ്റലോഗ് ആണ് കേട്ടോ. ഓരോ വെറൈറ്റീസും നമുക്ക് ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സിന് ഷോർട്ടേജ് ആയതുകൊണ്ട് തന്നെ 50 പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണുള്ളത്. അതുപോലെ റൂബി റെഡ്, ഫ്ലെയിം റെഡ് ജസ്റ്റ് ഒരു 15 പ്ലാന്റ്സ്, പർപ്പിൾ ക്യൂൻ കേവലം ഒരു 20 പ്ലാന്റ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ വെറൈറ്റീസും നമുക്കൊരു 50 പ്ലാന്റ്സിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സും ഇതിൻ്റെ സൈസും ആണ്. സൈസ് ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. കഴിഞ്ഞ തവണത്തേക്കാളും ഒരു പൊടി വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഡോക്ടർ റാവു എന്ന വെറൈറ്റിയാണ്. ഈ ഡോക്ടർ റാവുവിൽ ഇതേ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് ഉള്ള ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ്സും നിയറസ്റ്റ് ബ്ലൂമിങ് സ്റ്റേജ് ആണ് കേട്ടോ. പ്ലാന്റ് സൈസ് ചെറുതാണെങ്കിലും എല്ലാം വളരെ പെട്ടെന്ന് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡോക്ടർ റാവുവിൻ്റെ സൈസ്. ഇതും ഇതിനകത്ത് കുറച്ചുകൂടി വലിയ പ്ലാന്റ്സും നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഒരു 50 പീസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് വെരിഗേറ്റഡ് ലീഫ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ റാവുക്ക് അത്യാവശ്യം ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പർപ്പിൾ ക്യൂൻ വളരെ ഒരു 20 പ്ലാന്റ്സിൻ്റെ അടുത്ത് ഈ കാണുന്ന സൈസിലാണ് കേട്ടോ. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും സെയിം സൈസ് തന്നെ അയക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരാം. ഈ കാണുന്നത് നമ്മുടെ ചില്ലി ഐസ്ക്രീമാണ്. ചില്ലി ഐസ്ക്രീമിലൊക്കെ അതേ മൊട്ടുകളും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ചില്ലി ഐസ്ക്രീം നമ്മുടെ കയ്യിലൊരു 50 പ്ലാന്റ്സ് 45-50 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് നമ്മുടെ ടൊമാറ്റോ റെഡ് ആണ്. ടൊമാറ്റോ റെഡിനകത്ത് നമുക്ക് വലിയ പ്ലാന്റ്സ് ഉണ്ട്, ചെറിയ സൈസിലുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്കൊരു 50 പീസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ടൊമാറ്റോ റെഡ് ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ളൊരു ഐറ്റമാണ്. ഈ കാണുന്നത് നമ്മുടെ ഇതിനകത്തുള്ള ഏറ്റവും ചെറിയ സൈസിലുള്ള ടൊമാറ്റോ റെഡ് ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ്. ഇനി നമുക്ക് ചില്ലി റെഡൊക്കെയാണ് കേട്ടോ വരുന്നത്. ചില്ലി റെഡിൽ ഫ്ലവർ ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ചെറിയ രീതിയിൽ മൊട്ടുകൾ വരുന്നേ ഉള്ളേ. അപ്പോൾ ചില്ലി റെഡിൻ്റെ സൈസൊക്കെ ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമുക്കറിയാം 150 രൂപയ്ക്കൊന്നും ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്ക് എവിടെയും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ എടുത്ത് പറയാണ്. സെയിം പ്ലാന്റ്സ് തന്നെ കൊണ്ടുവരാവോ എന്ന് ചോദിച്ച കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് ആരെയും അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് പ്ലാന്റ്സ് ഇത്രയും സെറ്റായി വന്നപ്പോൾ നമ്മളതൊന്ന് വീഡിയോ എടുത്തിട്ട് ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് കേട്ടോ. സ്ലീപ്പിംഗ് ബ്യൂട്ടിയിലും പൂമുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം വരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്നപ്പോൾ വീഡിയോ ചെയ്ത് കുറേ പേർക്ക് നമ്മൾ എൻക്വയറീസ് വരുന്നവർക്കെല്ലാം നമ്മൾ പ്ലാന്റ് സൈസ് കാണിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോസിനകത്തൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ 1-2 പേർക്ക് ഇതുപോലെ ഡെലിവറി ആയപ്പോൾ അത് വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ്സ് അല്ല എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ രീതിയിൽ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുകയാണ്. നിയറസ്റ്റ് ബ്ലൂമിങ് സ്റ്റേജിലുള്ള അത് ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ്. ഇതിനകത്ത് ഏറ്റവും ചെറിയ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൊണാലിസ റെഡ് ആണ് കേട്ടോ. മൊണാലിസ റെഡ് ഈ ഒരു സൈസിൽ മാത്രമാണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈസ് തന്നെയാണ് വരുന്നത്. കുറേ പേർക്ക് ഈ ഒരു കോംബോ ഇത് വീണ്ടും കൊണ്ടുവരും 14 കളേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഇത് തന്നെ നമ്മൾ സെയിലിനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ ചില്ലി യെല്ലോ, അതുപോലെ ചില്ലി ഓറഞ്ച് ഒരു സെക്ഷൻ വരുന്നുണ്ട്. ചില്ലി യെല്ലോൻ്റെ സൈസൊക്കെ ഇങ്ങനെയാണ്. ചില്ലി യെല്ലോ ഒക്കെ നമുക്ക് കുറച്ച് മുന്നേ ഉള്ള വെറൈറ്റീസ് ആണെങ്കിലും ഇപ്പോഴും ഇതിന് ഡിമാൻഡ് നല്ല രീതിയിലുണ്ട് കേട്ടോ. ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ച്, ചില്ലി ഐസ്ക്രീം, ചില്ലി വൈറ്റ്, ചില്ലി റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില്ലിയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സൈസാണ് ചില്ലി യെല്ലോ വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ചില്ലി ഓറഞ്ചും വരുന്നത്. നമ്മുടെ ചില്ലി ഓറഞ്ചാണ്. 14 പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നമുക്ക് അങ്ങനെ അയക്കും. അതല്ല 14 പ്ലാന്റ് ഇപ്പം നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നിങ്ങൾ ഓർഡർ വരുന്ന സമയത്ത് ഏതൊക്കെയാണോ വേണ്ടത് എന്നനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് തരാനായിട്ട് പറ്റുള്ളൂ. കാരണം റൂബി റെഡും ഫ്ലെയിം റെഡും വളരെ കുറഞ്ഞ പ്ലാന്റ്സ് ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ചിത്രയാണ്. ചിത്ര വെരിഗേറ്റഡ്. കഴിഞ്ഞ തവണ വാങ്ങിച്ചവർക്ക് അറിയുന്നുണ്ടാവും. കഴിഞ്ഞ തവണ അവർ വാങ്ങിച്ചതിലും കുറച്ച് സൈസിൽ വ്യത്യാസം വരുന്നുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനകത്തും പൂക്കൾ ആയി തുടങ്ങിയിട്ടുണ്ടേ. ഈ കാണുന്നത് നമ്മുടെ ചില്ലി വൈറ്റ് ആണ്. ചില്ലി വൈറ്റും
ഇതിൻ്റെയൊക്കെ പൂക്കളുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് കേട്ടോ അതിനൊക്കെ ഇപ്പോഴും നല്ല ഡിമാൻഡുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ചില്ലി വെറൈറ്റീസ് നമുക്ക് കമ്പ് കുത്തി പിടിപ്പിക്കാനായിട്ട് കഴിയും. ചില്ലി വൈറ്റ് എന്ന് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ്സും. ഇത് നമ്മുടെ സ്പ്ലാഷാണ്. സ്പ്ലാഷും കഷ്ടി ഒരു 50 പ്ലാന്റിൻ്റെ അടുത്തേക്ക് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിലാണ് നമ്മുടെ സ്പ്ലാഷ് വരുന്നത്. ഇപ്പം നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഇതേപോലെ ആ ഫുൾ മണ്ണോട് കൂടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മുടെ അടുത്ത് കുറേ പേര് കൊറിയർ ചാർജ് ഒന്ന് കുറച്ച് തരൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1-2 പേർക്ക് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിൽ ഇത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് അത്യാവശ്യം നല്ല രീതിയിൽ വരുമെങ്കിലും പ്ലാന്റിന് യാതൊരു ഡാമേജും കൂടാതെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും കേട്ടോ. ഇനി ചെറിയ പ്ലാന്റ്സ് കയ്യിലെത്തിയാൽ എങ്ങനെ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം, പോട്ടി മിക്സ് ഒക്കെ ചേർക്കണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മറുപടിയായിട്ട് ഞാനൊരു ചെറിയ വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഏറ്റവും മോശം വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഇതേപോലെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് യാതൊരു വളവും ഇന്ന് വരെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത്തരം മോശമായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മണ്ണ് നിങ്ങളുടെ കയ്യിലേക്ക് പ്ലാന്റ് വരുമ്പോൾ എങ്ങാനും ഇളകി പോയിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് വെറുതെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ 2, 3, 4 രീതിയിൽ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതൊന്ന് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് പതിയെ ഇതിനെ വെയിലത്തേക്ക് മാറ്റാം. അതുപോലെ തളിരുകൾ വരുന്നത് അനുസരിച്ചിട്ട് നമുക്കതിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് മാറും. കാര്യമായ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല വെയിലത്ത് ഇനി ഇതിനെ മാറ്റിയാൽ മാത്രം മതി. ഇതാ ചിത്രയിൽ ഫ്ലവർ വന്നു തുടങ്ങി കേട്ടോ. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഇപ്പോഴും തണലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എൻക്വയറീസ് ആണ്. അപ്പം ഞാൻ ആദ്യമേ പറയാണ്, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ. വൈകുന്നേര സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരും. അതുപോലെ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഒരുപാട് പേരുടെ ചോദ്യമാണ് പ്ലാന്റ് അയച്ചോ. ഇത് ഇത്തിരി സമാധാനപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് അയക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അയച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടെ കാര്യമായ രീതിയിൽ വളപ്രയോഗമൊന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു ചെടിയുടെ ചുവട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ എൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ്സിനും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് വെറും 150 രൂപയ്ക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.